ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു കിഡിലൻ പലഹാരത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടയും കുറച്ച് വെജീസൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള സവാള കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള വെജീസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ അളവിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാബേജ് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവ് കൂടി പോവാതെ നോക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 2-3 ടേബിൾ സ്പൂണുള്ള ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു അരക്കപ്പിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതൊരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാനായിട്ടുള്ള സമയം ഒരുപാട് എടുക്കും. അപ്പോൾ ഇത് ഒന്നൊന്ന് തിക്കായിട്ടാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 മുട്ട വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തോനെ വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കുക. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് എന്തിലേക്ക് ഇനി പാല് ചേർക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 1/4 കപ്പ് ബാക്കി ഉണ്ടായിരുന്നു. ഇത്രയും മതി. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒറിഗാനോയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബട്ടറിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാക്സിമം ബട്ടറൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പറ്റുന്നവർ. ബട്ടർ ഒന്ന് ഉരുകി വന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെയും വെജിറ്റബിൾസിൻ്റെയും ആ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. ആ മുട്ടയും വെജിറ്റബിൾസൊക്കെ എല്ലാ വിധത്തിലും ഒരുപോലെ നിൽക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഫോർക്കോ സ്പൂൺ സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളിയുടെ 2-3 പീസസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് വെത്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണും തന്നെ ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് തേച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ സ്നാക്കിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അതായത് ഇതുപോലെ ഒരു സൈഡ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതങ്ങനെ വിട്ട് പോരുന്ന ഒരു പരുവത്തിനാണ് ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് സ്പാച്ചിൽ വെച്ച് തിരിച്ചിടാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും പൊട്ടിപ്പോവും. ഞാനതുകൊണ്ട് വേറൊരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ബട്ടർ വെച്ച് കൊടുത്തിട്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന സമയത്ത് ഈ പാനിലുള്ളത് തിരിച്ചൊന്ന് അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ കൊട്ടി കൊടുക്കാൻ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ടിട്ട് ആ പ്ലേറ്റ് കൊണ്ട് തന്നെ ഒന്നങ്ങ് ആക്കി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഈ പാൻ കൊണ്ട് തന്നെ അതിലേക്കാണ് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്നാക്സ് കണ്ടോ ഒട്ടും കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്.
തിരിച്ചിട്ട ശേഷം നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് തന്നെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അതങ്ങനെ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ലപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ ഈ സോസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ ചേർക്കണം, ടൊമാറ്റോ സോസ് കുറച്ചധികം തന്നെ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മളുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ സോസ് മുഴുവനായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈസസ് ആയിട്ടുള്ളതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസോ ചെഡാർ ചീസോ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ചീസ് ഇല്ലയെന്ന് വെച്ചിട്ട് ഈ സ്നാക്സ് ആരും ഇല്ലാതെ ഉണ്ടാക്കാതിരിക്കേണ്ട. ചീസ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സോസ് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചീസ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചീസ് ഉള്ളവർ വെച്ച് കൊടുക്കുക, അല്ലാത്തവർ ഇത് തിരിച്ചിട്ട ശേഷം സോസ് അതിൻ്റെ മുകളിൽ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. ശേഷം അടിഭാഗം വെന്ത് വന്ന ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്നിൻ്റെ മേലേക്ക് ആക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എത്ര പീസാണോ വേണ്ടത് അത്രയും നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പീസാക്കി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടാണെങ്കിലും ലഞ്ച് ബോക്സിലേക്കാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇത് ഹെൽത്തിയാണ്. വെജീസൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരിക്കലും വേണ്ടായിക ഉണ്ടാവില്ല. അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും അവരങ്ങനെ മാറ്റി വയ്ക്കൂല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇഷ്ടമാവും, മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ഈസി സ്നാക്ക് റെസിപ്പിയൊക്കെ ആണല്ലോ കാണാനും ഉണ്ടാക്കാനും ഒക്കെ താല്പര്യം. അപ്പോൾ രാവിലെയൊക്കെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെജീസൊക്കെ നമ്മളൊന്ന് വൈകുന്നേരം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ സ്നാക്സൊക്കെ നമുക്ക് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.